നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഇന്നും ആസ്ട്രോളജി മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്ര ശക്തമായി തുടരുന്നത്? കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ആളുകൾ പോലും ജോലി, വിവാഹം, ബിസിനസ്, ഹൗസ് വാമിംഗ്, ഇലക്ഷൻ ഡിസിഷൻസ് വരെ ആസ്ട്രോളജി നോക്കുന്നു. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് കോൺട്രഡിക്ഷൻ എന്തെന്നാൽ AI വളരുന്ന കാലമാണിത്. സ്പേസ് മെഷീൻസ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉള്ള കാലം. അതേ സമയത്ത് ആസ്ട്രോളജി ആപ്പുകൾ കോടികൾ ഏൺ ചെയ്യുന്നു. യൂട്യൂബ് ആസ്ട്രോളജേഴ്സ് മില്യൺസ് ഓഫ് വ്യൂസ് നേടുന്നു. എന്തുകൊണ്ടാണ് മോഡേൺ സൊസൈറ്റിയിലും ആസ്ട്രോളജി ഇത്ര ശക്തമായി തുടരുന്നത്? ആസ്ട്രോളജി പുതിയ കാര്യമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പുരാതന ഇന്ത്യയിൽ ആകാശത്തെ നിരീക്ഷിക്കാൻ ഒരു സീരിയസ് നോളജ് സിസ്റ്റം ആവശ്യമായിരുന്നു. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, കാലാവസ്ഥ, സീസൺ ചേഞ്ചസ് ഇവ പഠിക്കുന്നത് അഗ്രികൾച്ചറിനും നാവിഗേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതോടൊപ്പം മനുഷ്യർ ആസ്ട്രോളജിയിൽ വിശ്വസിക്കാൻ തുടങ്ങി. സെലസ്റ്റിയൽ മൂവ്മെൻറ്റ്സ് മനുഷ്യജീവിതത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ഇവിടെ നിന്നാണ് ആസ്ട്രോളജി ശക്തമായത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇന്ത്യൻ ആസ്ട്രോളജി മാത്രമല്ല ഉള്ളത്. ഗ്രീക്ക്, ബാബിലോണിയൻ, ചൈനീസ്, അറബിക് സിവിലൈസേഷൻസ് ഇവിടെയെല്ലാം ആസ്ട്രോളജി വളരെ പവർഫുൾ ആയിരുന്നു. അതായത് ഇതൊരു ഐസൊലേറ്റഡ് ഇന്ത്യൻ ബിലീഫ് മാത്രമല്ല. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ആസ്ട്രോളജി കൾച്ചർ വളരെ ഡീപ്പാണ്. മാരേജ്, വെഡ്ഡിംഗ്, ദോഷമുണ്ടെങ്കിൽ, മുഹൂർത്തം, വാസ്തു ഇവ ഇന്നും ശക്തമായി ഫോളോ ചെയ്യപ്പെടുന്നു. പല പൊളിറ്റീഷ്യൻസ് പോലും ഇലക്ഷൻ സമയത്ത് ആസ്ട്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നു എന്ന സ്റ്റോറീസ് പലപ്പോഴും പുറത്തു വരാറുണ്ട്, രഹസ്യമായിട്ടാണെങ്കിൽ പോലും. ബിസിനസ്മെൻ, സിനിമ സെലിബ്രിറ്റീസ്, ഈവൻ ഹൈലി എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസ് പോലും ഇവരിൽ പലരും ആസ്ട്രോളജി കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ തന്നെയാണ് ബിഗസ്റ്റ് ഡിബേറ്റ് തുടരുന്നത്. ആസ്ട്രോളജി സയൻസ് ആണോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബിലീഫ് സിസ്റ്റം ആണോ? ഇവിടെ ആസ്ട്രോളജേഴ്സ് പറയുന്നത് പ്ലാനറ്ററി പൊസിഷൻസ് മനുഷ്യൻ്റെ എനർജി പാറ്റേൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ്. ഏൻഷ്യൻ്റ് കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ സിസ്റ്റംസ്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഇവയെ അടിസ്ഥാനമാക്കിയ നോളജ് ആണെന്ന് അവർ വാദിക്കുന്നു. പക്ഷേ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലെ പലരും സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്നു. കാരണം ആസ്ട്രോളജി പ്രഡിക്ഷൻസ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കൺസിസ്റ്റൻസ് എവിഡൻസ് ഇല്ലെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ഒരേ സോഡിയാക് സൈൻ ഉള്ളവരുടെ ജീവിതം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് സയൻസ് ആസ്ട്രോളജിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റോറി അവിടെ അവസാനിക്കുന്നില്ല. കാരണം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും മനുഷ്യർ ഇമോഷണലി ബിലീവ് ചെയ്യുന്നു. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റിയാലിറ്റി, ആസ്ട്രോളജി ഇന്ന് സ്പിരിച്വാലിറ്റി മാത്രമല്ല, മാസീവ് ബിസിനസ് കൂടിയാണ്. ആപ്പുകൾ, യൂട്യൂബ് ചാനൽ, പെയ്ഡ് കൺസൾട്ടേഷൻസ്, ജെംസ്റ്റോൺ ബിസിനസ്, വാസ്തു ഇവ ബില്യൺസ് വർത്ത് എക്കോണമിയായി മാറിയിരിക്കുന്നു. ഫിയർ എക്കോണമി എന്നും ചില ക്രിട്ടിക്സ് ഇതിനെ വിളിക്കുന്നു. കാരണം അൺസർട്ടൻ സൊസൈറ്റിയിൽ മനുഷ്യന് സെർട്ടനിറ്റി വേണം, ഫ്യൂച്ചർ അറിയണം, കൺട്രോൾ ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ആസ്ട്രോളജി സർവൈവ് ചെയ്യുന്നത് എന്ന് ചില സൈക്കോളജിസ്റ്റ് പറയുന്നു. ഇനി മറ്റൊരു കറണ്ട് റിയാലിറ്റി, കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ്, മൈഗ്രേഷൻ, റിലേഷൻഷിപ്പ് ഇൻസ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ ആങ്സൈറ്റി ഇവ വളരുമ്പോൾ ആസ്ട്രോളജി ഡിപ്പെൻഡൻസും കൂടുകയാണ്. ഇത് ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷനാണ്. കാരണം മനുഷ്യൻ സെർട്ടൻ അല്ലാതെ വരുമ്പോൾ ഗൈഡൻസ് അന്വേഷിക്കും. ചില റീജിയനിലേക്ക് പോകും, ചിലർ സെൽഫ് ഹെൽപ്പിലേക്ക് പോകാം, ചിലർ ആസ്ട്രോളജിയിലേക്ക് പോകും. ഇനി സോഷ്യൽ മീഡിയ, അതും ആസ്ട്രോളജിയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തു. ഒരു കാലത്ത് ആസ്ട്രോളജി ലോക്കൽ ആസ്ട്രോളജീസ് വരെ മാത്രമായിരുന്നു. ഇന്ന് ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ്, AI ഹോറോസ്കോപ്പ് ആപ്സ് ആസ്ട്രോളജി ഡിജിറ്റൽ എൻ്റർടൈൻമെൻ്റ് ആയി മാറുകയാണ്. യങ് ജനറേഷൻ പോലും ആസ്ട്രോളജി മിമി ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ആസ്ട്രോളജി മരിക്കുന്നില്ല, അഡാപ്റ്റ് ചെയ്യുകയാണ്. മറ്റൊരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ, ആസ്ട്രോളജി മനുഷ്യനെ മെൻ്റലി വീക്ക് ആക്കുമോ? കാരണം ചില ആളുകൾ സ്വന്തം ഡിസിഷൻസ് എടുക്കുന്നതിന് പകരം ഹോറോസ്കോപ്പ് ഡിപ്പെൻഡൻ്റ് ആയി മാറുന്നു. റിലേഷൻഷിപ്പ്, കരിയർ, ബിസിനസ് എല്ലാം ആസ്ട്രോളജി ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ ഒരു ഡേഞ്ചർ ഉണ്ട്. പക്ഷേ മറ്റൊരു സൈഡിൽ ചില ആളുകൾക്ക് ആസ്ട്രോളജി സൈക്കോളജിക്കൽ കംഫർട്ട് നൽകുന്നു, ഹോപ്പ് നൽകുന്നു, കോൺഫിഡൻസ് നൽകുന്നു. അതായത് ആസ്ട്രോളജി കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്ന് പറയാനും കംപ്ലീറ്റ്ലി സയൻറ്റിഫിക് ആണെന്ന് പറയാനും ലോകം ഇന്ന് റെഡിയല്ല. അതുകൊണ്ടാണ് ഡിബേറ്റ് ഇന്നും അവസാനിക്കാത്തത്. അവസാനമായി, AI വളരുന്ന കാലത്തും സ്പേസ് ടെക്നോളജി വളരുന്ന കാലത്തും എന്തുകൊണ്ടാണ് ആസ്ട്രോളജി ഇന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്ര പവർഫുള്ളായി തുടരുന്നത്? ഇത് സയൻസ് ആണോ, സൈക്കോളജി ആണോ, അല്ലെങ്കിൽ അൺസർട്ടൻ ലോകത്ത് മനുഷ്യൻ കൺട്രോൾ അന്വേഷിക്കുന്ന മറ്റൊരു രൂപമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.